ഇത് ഇന്ന് വന്നൊരു കമൻ്റ് ആട്ടോ. ഞാനപ്പോൾ പുള്ളിക്ക് കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തു. എന്നാലും അത് പൊതുവായിട്ട് പറയേണ്ട കാര്യമാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പൊതുവായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസെങ്കിലും കണ്ട വ്യക്തി ആയിരിക്കണം. പ്രോപ്പറായിട്ട് വീഡിയോ കണ്ട വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തൂലായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു വെച്ചാൽ പുള്ളി HNS ഇന്നലെയോ ഇന്നോ പോയി, പുള്ളിക്ക് മോശം അനുഭവം ഉണ്ടായി. അതിൻ്റെ റീസൺ പുള്ളി പറഞ്ഞു വെച്ചാൽ പുള്ളിയുടെ ഡോണർ ഏരിയ കണ്ടിട്ട് വീക്കാണ്, ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ, അഥവാ അവരവിടെ ചെയ്യൂല എന്ന് പറഞ്ഞു. പുള്ളി പറയണമെന്ന് വെച്ചാൽ അവിടെ ടെക്നീഷ്യന്മാരാണ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ രണ്ടായിട്ട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെയ്യുന്ന ഡോക്ടറാണെന്ന് പറയുകയും പുള്ളി അവിടെ ചെന്ന് കണ്ടത് ടെക്നീഷ്യന്മാർ ചെയ്യുന്നതായിട്ടാണ് എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആ കമൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അവിടെ ചെയ്യുന്ന ഡോക്ടറാണെന്നുള്ളത്. ഞാൻ എൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടെക്നീഷ്യന്മാരാണ് ചെയ്യുന്നത്. ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ ടെക്നീഷ്യന്മാരാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അവിടെ ഡോക്ടറാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ബ്രോയുടെ ഡോണർ ഏരിയ വീക്കാണെന്ന് പറഞ്ഞ് അവരൊഴിവാക്കിയെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഊഹപ്രകാരം നല്ലതല്ലേ? ഇപ്പോൾ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കാശ് വാങ്ങാനാണെങ്കിൽ അവർ ചെയ്ത് കാശ് വാങ്ങൂലേ? ബ്രോ ഇന്നവർ കാശ്, ഒറ്റ സെക്കൻഡ്, ബ്രോയുടെ അവർ കാശ് വാങ്ങിയില്ല, ബ്രോയ്ക്ക് ചെയ്തില്ല. അപ്പം അവർക്ക് ചിലപ്പം അതിന്ന് ഒരു നല്ല റിസൾട്ട് ബ്രോന് ഉണ്ടാക്കി തരാൻ പറ്റൂല എന്ന് തോന്നിയോണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഒഴിവാക്കിയത്. അവരിപ്പം ബിസിനസ് മാത്രം നോക്കിയിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 2000 ഗ്രാഫ്റ്റിനെങ്കിലും പറഞ്ഞ് അവർക്കൊരു 20,000 രൂപ പ്ലസ് 3,000 23,000 ബ്രോഡൊന്ന് വാങ്ങിച്ചൂടെ? അവരത് വാങ്ങിച്ചില്ലല്ലോ, അവരത് ചെയ്യാൻ വില്ലിങ് അല്ല. നമ്മളപ്പോൾ അത് അവരുടെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടല്ലേ കാണാനായിട്ട്. പക്ക ബിസിനസ് മൈൻഡ് അല്ലല്ലോ ബ്രോ, അങ്ങനെയും ചിന്തിക്കാമല്ലോ. ബ്രോ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? പിന്നെ ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല ടെക്നീഷ്യന്മാരല്ല അവിടെ ചെയ്യണമെന്നുള്ളത്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ OTക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറായാലും ടെക്നീഷ്യന്മാരായാലും അവർ രണ്ടുപേരും ഫുള്ള് ബ്ലൂ ആൻഡ് ബ്ലൂവിൽ മാസ്കും വെച്ച് തലയിൽ ആ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതിലേതാ ഡോക്ടർ ഏതാ ടെക്നീഷ്യൻ നമുക്കൊരു ഐഡിയ കിട്ടില്ല. പിന്നെ ഈ പ്രൊസീജിയറിൻ്റെ ഫുൾ ടൈം നമ്മൾ കണ്ണും മിഴിച്ചിരിക്കുകയല്ല. നമ്മളെ ഗ്രാഫ്റ്റ് കളക്ട് ചെയ്യുന്ന ടൈമിലായാലും നമ്മൾ ഫുൾ ടൈം കമന്നിടക്കുകയാണ്. പിന്നെ നമുക്ക് അവർ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടൈമിലായി പോലും നമ്മുടെ കണ്ണിൽ അവർ മറ്റേ സാധനം വെക്കും, കാര്യം ലൈറ്റ് അടിക്കും. സോ ഇത് ചെയ്യുന്നത് ഡോക്ടറാണോ ടെക്നീഷ്യന്മാരാണോ ഇനി നമ്മൾ പ്രമുഖ സ്ഥാപനങ്ങൾ ചെയ്താലും നമുക്കത് തിരിച്ചറിയാൻ പറ്റൂല ബ്രോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ച് അവസാനം വരെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം, നടക്കാത്ത കാര്യമാണ്. സോ OT റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ഏതാ ഡോക്ടർ ഏതാ എന്നൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ HNS ചെയ്യുന്ന ഡോക്ടറാണെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുമില്ല എവിടെയും. അപ്പോൾ ചാനൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്താൽ അത് മനസ്സിലാവും. സോ ബ്രോ അത് എന്തെങ്കിലും ഞാൻ ബ്രോയ്ക്ക് ഹെർട്ടാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ബ്രോ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ ഗുഡ് നൈറ്റ്.